നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളേക്കുള്ള വലിയ വലിയ പ്ലാനുകൾ ഇടും. നാളെ 5 മണിക്ക് എഴുന്നേൽക്കും, വർക്കൗട്ട് ചെയ്യും, പഠിക്കും, ഫുൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അത് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മോട്ടിവേഷൻ തോന്നും. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇനി എൻ്റെ ജീവിതം മാറും. പക്ഷെ പിറ്റേന്ന് രാവിലെ അലാറം അടിക്കുമ്പോൾ ആ മോട്ടിവേഷൻ എവിടെയോ അപ്രത്യക്ഷമാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് കാരണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറ് ഒരു ചെറിയ ട്രിക്ക് കളിക്കുന്നു. നമ്മളൊരു കാര്യം ചെയ്യാൻ സങ്കല്പിക്കുമ്പോൾ തന്നെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഫീൽ ഗുഡ് കെമിക്കൽ റിലീസാകും. ഈ ഡോപ്പമിൻ എന്നത് ഒരു തരത്തിലുള്ള ഹാപ്പി ഹോർമോണാണ്. സാധാരണയായിട്ട് ഈ ഡോപ്പമിൻ ഒരു കാര്യം ചെയ്ത് തീർന്നാൽ കിട്ടേണ്ട ഒരു തരം സന്തോഷമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ തലേനാള് നമ്മൾ ഓരോന്ന് നാളത്തേക്ക് ഇന്ന പോലെ നടത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുമെന്ന് സങ്കല്പിച്ചാൽ പോലും നമ്മുടെ തലച്ചോറ് ആ സന്തോഷം കൊടുക്കും. അതിനാൽ തലച്ചോറ് ഒരു രീതിയിൽ ഇത് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാം വളരെ ഈസിയായി തോന്നുന്നത്. സൈക്കോളജിയിൽ ഇതിനെ പ്ലാനിങ് ഫാലസി എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം ചിന്തിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുമ്പോഴോ നാളെ രാവിലെ എണീക്കുമ്പോൾ തണുപ്പുണ്ടാകും, ഉറക്കമുണ്ടാകും, മടിയുണ്ടാകും. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണക്കാക്കാറില്ല. അതിനാൽ പലപ്പോഴും പ്ലാനിങ് ഒരു മനോഹരമായ ആശയമായി മാത്രം തീരും. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാം? സൊല്യൂഷനുണ്ട്. വളരെ സിമ്പിളാണ്. വലിയ വലിയ പ്ലാനുകൾ ഉണ്ടാക്കണ്ട. നാളെ ചെയ്യേണ്ട ഏറ്റവും ചെറിയ ഒരു ആക്ഷൻ മാത്രം തീരുമാനിക്കുക. ഉദാഹരണത്തിന് നാളെ 2 മണിക്കൂർ പഠിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നതിന് പകരം പുസ്തകം തുറന്നൊരു പേജ് മാത്രം വായിക്കാമെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ നാളെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നതിന് പകരം വെറും 5 പുഷപ്പ് മാത്രം ചെയ്യാമെന്ന് തുടങ്ങാം. കാരണം ഒരു ചെറിയ കാര്യം തുടങ്ങുമ്പോൾ തലച്ചോറ് റെസിസ്റ്റൻസ് കുറയും. അത് ചെറുതായതുകൊണ്ട് ചെറുതല്ലേ, നമുക്കത് ചെയ്ത് കളയാം എന്നൊരു തോന്നലുണ്ടാവും. പിന്നെ പലപ്പോഴും അത് സ്വാഭാവികമായിട്ട് തുടരും. അതിനാൽ ഓർക്കുക, സക്സസ് എന്നത് വലിയ പ്ലാനുകളിൽ നിന്ന് വരുന്നതല്ല, ചെറിയ ആക്ഷനിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങളിട്ട പ്ലാനുകളിൽ ഇന്ന് എത്ര എണ്ണം നടന്നു? കമൻറ്റിൽ പറയാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.